ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നു. ഇനി ഇവിടെ ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ ടൈമാണ്. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എന്ത് ഞാൻ കഴിക്കും ഒരു ദിവസത്തിൽ, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തടിച്ചതിൽ നിന്ന് ഇങ്ങനെ ആയത് എന്നതാണ് ഇന്നത്തെ പരിപാടി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് ഫൈൽ ഒഫീഷ്യൽ. നമ്മൾ രാവിലത്തെ ഭക്ഷണം ആ വെപ്രാളത്തിൽ ഓടുന്ന സമയത്ത് ക്യാമ്പ് പിടിച്ച് നടക്കാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് നമ്മളത് കഴിച്ചിരുന്നു. അതെന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഒരു 40 ഗ്രാം ഓട്സും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 എഗ് വൈറ്റും കൂടി ചേർത്തിട്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തി. ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നത് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ബ്രെഡൊക്കെ ഓർഡർ ചെയ്യുക. ബ്രൗൺ ബ്രെഡാണ് ഇത് കംപ്ലീറ്റ്. ഇതൊക്കെ നമ്മുടെ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങുന്നുണ്ട്. ഫുൾ ബ്രൗൺ ബ്രെഡും പിന്നെ നമ്മളെ പച്ചക്കറിയും കാര്യങ്ങളും പിന്നെ കുറച്ച് പയറും. പയർ ഈസ് ഓൾവേസ് ഗുഡ് ഫോർ പ്രോട്ടീനിൻ്റെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതല്ലേ കാണിച്ചാൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഡയറ്റിന് വേണ്ടി നമ്മൾ 150 ഗ്രാം ചിക്കൻ, ഇതൊരു കൊതിക്ക് വേണ്ടി എടുത്തതാണ്. കൊതി തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാം. പിന്നെ ഒരു 4 മുട്ട, രാവിലെ 2 മുട്ട ഓൾറെഡി കഴിച്ചല്ലോ. ഈ സാധനം എന്ത് ചെയ്യും എന്നുള്ളതല്ലേ കാണിച്ചു തരാം. നിങ്ങൾ എന്തിനാണ് പേജ്, ഞാനില്ല ഇവിടെ, കാണിച്ചു തരാം. മുറിക്കാനും എളുപ്പമാണ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇങ്ങനെ പിടിക്കുക, അറഞ്ചം പറഞ്ഞ് മുറിക്കുക. 4 പുറം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ മുറിച്ചങ്ങോട്ട് കളയി തന്നെ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾ തൂൾ. അടുത്തത് വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പറഞ്ഞാൽ വളരെ ലേശം കുരുമുളക് പൊടി ഇടുക. സുഭാഷ് ചന്ദ്രബോസ്, എന്തായാലും രസം കാണാൻ. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ എയർ ഫ്രയറിൽ വെച്ചു. ഇനി അത് കയറ്റിയിട്ട് അതൊരു 15-20 മിനിറ്റത്തേക്ക് അങ്ങ് തിരിച്ചങ്ങ് വയ്യ. ആ സാധനം അവിടെ ഇരുന്നാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ 4 മുട്ട പുഴുങ്ങാനുണ്ട്. അപ്പോൾ അത് പുഴുങ്ങാനും വെക്കുക. ഈ സാധനം ആവുമ്പോഴേക്കും ഒന്നുമില്ല, ഒന്ന് അടുത്ത കുറച്ച് മോങ്കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അവിടെ പുഴുങ്ങാനും സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് 2 പാക്ക് ബ്രെഡ് എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഈ 2 കഷ്ണം നമ്മൾ സ്ലൈസ് ചെയ്ത് വെക്കില്ല, അതുപോലെ സാൻഡ്വിച്ചിന് വെക്കണ പോലെ 2 സ്ലൈസ് ചെയ്ത് വെക്കില്ലേ, അങ്ങനെയാണ് ഒരു കവറിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 2 കവർ എടുക്കും. 2 to 3 കവർ ബ്രൗൺ ബ്രെഡാണ്. 0 ഷുഗർ ആണത്, പക്ക 0 ഷുഗർ ആണ്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് 0 ഷുഗർ ആണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. കണ്ടില്ലേ, വളരെ ലൈറ്റ് ഫുഡല്ലേ. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഒരു ബ്രൗൺ ബ്രെഡ് എടുക്കുന്നു, ചിക്കൻ ഇങ്ങനെ മുക്കിയെടുക്കുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് എയർ ഫ്രൈഡ് ചിക്കനാണ്, അതുകൊണ്ട് എണ്ണയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും എടുക്കാം. വെള്ളം ഇല്ലെങ്കിൽ തട്ടിപ്പോവും. രാവിലത്തെ മുട്ടയിൽ വെറും വെള്ളയാണ് കഴിച്ചത്. ഉച്ചക്കത്തേൽ 4 നമ്മൾ മുട്ട എടുത്തു. അതിൽ 1ൻ്റെ മഞ്ഞ ഇൻക്ലൂഡായിട്ടെല്ലാം കഴിക്കും, ബാക്കി 3 വെള്ള മാത്രം. അപ്പോൾ ഇനി 4 മണിക്കത്തെ ഫുഡായിട്ട് കാണിച്ചു തരാം, അല്ല ഐ മീൻ വരാം. ഓക്കെ, കൂടുതൽ മസാലകളൊന്നും ഇല്ലാണ്ട് രാത്രിയായപ്പോൾ ഇതിൻ്റെ അതിന് 150 ഗ്രാം ചിക്കൻ എടുത്ത് അതും കൂട്ടത്തിൽ കുറച്ച് ചപ്പാത്തി. ഇനി നമുക്ക് കുറച്ച് നേരം വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് പുറത്ത് നല്ല മഴ ചെയ്തുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്നില്ല, റൂം വർക്കൗട്ട് തന്നെയാണ്. അപ്പോൾ റൂമിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നൊരു ചെറിയ ടെസ്റ്റ് ഡോസ് കാണിച്ചു തരാം. Fresh pig, get finished on the top grade. You ain't watching out of lies, look at what we on. And you know I got it. Ask me how you get like this, how you live like this, why you worry about it, yeah. വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് നിന്ന് കുറച്ചതാണ്.
സോ ഇപ്പോൾ ചെയ്തിട്ട് 2-3 മാസമായി. നമ്മൾ പഠിക്കാൻ ഇതിൻ്റെ വല്ലാത്ത ഇൻറ്റൻസിൽ പഠിക്കാതിൻ്റെ ശേഷം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് റീസ്റ്റാർട്ട് ചെയ്യണത്. സോ ചെറിയ വെയിറ്റും 2 സെറ്റ് വെച്ചിട്ട് ഈ ഒരു 2-3 ഡേയ്സ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പഴയ വെയിറ്റിന് പെട്ടെന്ന് പൊക്കാൻ പറ്റില്ല, കാരണം 2-3 മാസം ഗ്യാപ്പ് വന്നു. ഒറ്റയടിക്ക് പൊക്കി കഴിഞ്ഞാൽ മസിൽ ടീയറും കരളും ഒക്കെ വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പതുക്കെ വെയിറ്റ് കൂട്ടത്തുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് കഴിക്കാനുള്ള പ്രീ നൈറ്റ് ഓട്സ് അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 50 ഗ്രാം ഓട്സ് എടുത്തു. 50 ഗ്രാം ഓട്സിലേക്ക് ഇത് ലോ ഫാറ്റ് മിൽക്കാണ്. ഞാൻ ഒരുപാട് അലങ്കാരങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇതേപോലെ ഒഴിച്ച് വെക്കുക. ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർക്ക് ബ്ലൂബെറി ഹണിയൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ ശീലം ഇങ്ങനെയാണ്, എനിക്കിത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ കൂടുതലൊന്നും യൂസ് ചെയ്യാറില്ല, പഞ്ചസാര ഇടില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വീഡിയോസിലാണെങ്കിലും ജസ്റ്റ് ടേസ്റ്റ് നോക്കുക എന്നല്ലാതെ ഇനിയിപ്പോൾ വല്ലാണ്ട് ഞാൻ കൂടുതൽ ഫുഡിങ് പരിപാടികൾക്ക് ഉണ്ടാവില്ല. സോ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് ഫുഡിങ്. ഇതിൻ്റെ ഇടയിൽ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. 4 മണിയാകുമ്പോൾ നമുക്കൊരു കോഫി ഉണ്ട്, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ചില ദിവസങ്ങൾ കോഫി കുടിക്കാൻ മൂടില്ലാത്തപ്പോൾ ബ്ലാക്ക് ടീ വിത്തൗട്ട്. അത് ജസ്റ്റ് ഒരു ഒന്നുമില്ല, ഡീറ്റോക്സ് എന്നൊന്നും പറയില്ല, ജസ്റ്റ് ബോഡിക്ക് അതൊന്ന് കിട്ടുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തും. ഡോക്ടർ കിഡ്സ് ഫൈൽ സൈനിങ് ഓഫ്. മണ്ണിൽ കണ്ണിൽ തീ കാണാം വാ, കണ്ണു പിടിച്ചു നിൽക്കാതെ മുട്ടാൻ നീ വാടാ വാ.